AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. നമ്മൾ രാവിലെ എണീച്ച് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫേസ് ഐ ഡി ഉപയോഗിക്കുന്നു. അതേപോലെ ഗൂഗിൾ മാപ്പും ഊബറും ഉപയോഗിച്ച് നമ്മൾ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ ഗിറ്റ്ഹബ്, കോപൈലറ്റ്, ജെമിനി, ChatGPT പോലെയുള്ള ടൂളുകൾ നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യുന്നു. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നൊരു സുഹൃത്താണ് AI. അതിൻ്റെ പലതരം ക്ലാസിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI, പിന്നെ വരുന്നത് മെഷീൻ ലേണിംഗ് അഥവാ ML എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. പിന്നെ വരുന്നത് ഡീപ്പ് ലേണിംഗ് അഥവാ DL എന്നറിയപ്പെടുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് AI, ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. AIയുടെ ഡെഫിനിഷൻ പറയുന്നത് ദ ബ്രോഡ് ഡിസിപ്ലിൻ ഓഫ് ക്രിയേറ്റിംഗ് സിസ്റ്റം ദാറ്റ് പെർഫോംസ് ടാസ്ക് റിക്വയറിംഗ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. മനുഷ്യനെ പോലെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും മെഷീനുകളെ പഠിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ബുദ്ധിശക്തിയുള്ള ഒരു മെഷീൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ചെസ് ഗെയിം, ഗൂഗിൾ മാപ്പ്, അതേപോലെ വെർച്വൽ അസിസ്റ്റൻറ്റ് സിരി, അതേപോലെ അലക്സ പോലത്തെ AIയുടെ ഒരു വിഭാഗമാണ് മെഷീൻ ലേണിംഗ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന് ഓരോ കാര്യവും പ്രത്യേകം പ്രോഗ്രാം ചെയ്തു കൊടുക്കാതെ അതിൻ്റെ ഡാറ്റയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ മെഷീനെ പ്രാപ്തനാക്കുന്ന രീതിയാണ്. ഓരോ കമ്പനികളിലും ലാർജ് സെറ്റ് ഓഫ് ഡാറ്റയുണ്ട്, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ഡാറ്റയുണ്ട്. ആ ഡാറ്റയിൽ നിന്ന് കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടർ ലേൺ ചെയ്ത് അതനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ മെഷീൻ ലേണിംഗ്. ഉദാഹരണത്തിന് ഇമെയിലിലെ സ്പാം ഫിൽറ്റർ. നമുക്ക് ഒരുപാട് ഇമെയിലുകൾ വരും. അതിൽ നിന്ന് ഏത് മെയിലാണ് സ്പാം, ഏത് മെയിലാണ് ആവശ്യമുള്ളത്, ഏത് മെയിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ളത് എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആ ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ ഇതിലേക്ക് പുഷ് ചെയ്തുകൊണ്ടാണ്. അത് നമ്മൾ Gmail പോലെയുള്ള സിസ്റ്റങ്ങളിൽ നമ്മൾ ഇത് ധാരാളം കാണാൻ കഴിയും. അടുത്ത് വരുന്ന ഡീപ്പ് ലേണിംഗ് ആണ്. ഇത് ഒരു സ്പെഷ്യലൈസ്ഡ് സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. ഇതൊരു നമ്മുടെ ഹ്യൂമൻ്റെ ന്യൂറൽ നെറ്റ്വർക്കുമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ തീരുമാനിക്കുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു തൃശ്ശൂർ പൂരം പോലെയുള്ള വലിയ ഒരു ലാർജ് ഗാദറിങ്ങിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് തിരിച്ചറിയും. നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന കുട്ടികളെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയും. അത് മനുഷ്യൻ്റെ ഒരു സവിശേഷമായ ബുദ്ധിയാണ്. അതേ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ നമ്മൾ ഡീപ്പ് ലേണിങ്ങിലേക്ക്, സ്പെഷ്യലൈസ്ഡ് ലേണിങ്ങിലേക്ക് കൊടുക്കുന്നതിനാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുക. ഡീപ്പ് ലേണിങ്ങിൻ്റെ ഒരു ഉദാഹരണം ഫേസ് റിക്കഗ്നിഷനാണ്. ഇപ്പോൾ ഒരു ക്യാറ്റിൻ്റെയോ ഒരു ഡോഗിൻ്റെയോ ലക്ഷക്കണക്കിന് ഇമേജുകൾ നമ്മളിതിലേക്ക് ഫീഡ് ചെയ്യുകയും പിന്നീട് വരുന്ന ഫോട്ടോകൾ അതൊരു ക്യാറ്റാണോ ഡോഗാണോ എന്ന് റിക്കഗ്നൈസ് ചെയ്യാൻ ഈ ലേൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെറ്റിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് സഹായിക്കും. അത് ആ ഒരു ഉദാഹരണത്തിന് സെൽഫ് ഡ്രൈവിംഗ് കാർസ്, സെൽഫ് ഡ്രൈവിംഗ് റോബോട്ട്സ്, അതേപോലെ ഹെൽത്ത് കെയറിൽ നമുക്കറിയാം പലതരം മെഡിക്കൽ ഡയഗ്നോസിസ് ആപ്ലിക്കേഷൻസ്. പിന്നെ നമുക്ക് ഫേസ് ID, മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഫേസ് ID, അത് വോയിസ് ടു ടെക്സ്റ്റ്, പല ആപ്ലിക്കേഷനിലും വോയിസ് ടു ടെക്സ്റ്റ്. പിന്നീട് വരുന്നത് ജനറേറ്റീവ് AI ആണ്. നമ്മൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നമ്മളിപ്പോൾ കൊടുത്തുള്ള ഓൾറെഡി ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തത് വെച്ച് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പുതിയ ടെക്നോളജിയാണിത്. നമ്മളിതിനെ AI എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കും. ഈ AI ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാം, നമ്മളൊരു കവിത എഴുതാം, പടം വരയ്ക്കാം, അതുമാതിരി കോഡിങ് ചെയ്യാം. ഉദാഹരണത്തിന് ChatGPT, നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടിയായി നമുക്ക് ഒരു പുതിയ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റോ സ്റ്റോറിയോ ആയിട്ട് ഇത് എഴുതി തരാൻ കഴിയും. ഇപ്പോൾ ജെമിനിയിലെ നാനോ ബനാന പോലെയുള്ള ടൂളുകൾ നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോറ പോലെയുള്ള ടൂളുകൾ നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഭാഗമായി ഈ ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിങ്ങിൽ പലതരത്തിലുള്ള സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, ജനറേറ്റീവ് AIയിലെ പ്രോംപ്റ്റ് ജനറേഷൻ, വേരിയസ് കോണ്ടെക്സ്റ്റുകൾ, ഇതെല്ലാം നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.